കേരളത്തിൽ റോഡ് സുരക്ഷയും സ്ത്രീകളുടെ സുരക്ഷയും ഇല്ലെന്ന് വട്ടിയൂർക്കാവ് NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ വ്യാജ പ്രചാരണം നടത്തിയാണ് വി കെ പ്രശാന്ത് വോട്ട് തേടുന്നത്. കെ മുരളീധരൻ മണ്ഡലം ഇട്ടിട്ട് പോയ ആളാണെന്നും ശ്രീലേഖ വിമർശിച്ചു. മണ്ഡലത്തിൽ എല്ലായിടത്തും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും വട്ടിയൂർക്കാവിലെ എല്ലാവരെയും സേവിക്കണം എന്നാണ് ആഗ്രഹമെന്നും ആർ ശ്രീലേഖ ജനം ടിവിയോട് പറഞ്ഞു. എന്നോടൊപ്പം വട്ടിയൂർക്കാവ് NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ ചേരുന്നു. ഇപ്പം പ്രചരണം അവസാന ഘട്ടത്തിലാണ്. നാളെ കൊട്ടിക്കലാശമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? വളരെ നല്ല പ്രതീക്ഷയാണ് ഉള്ളത്. ഇപ്പോൾ അവസാനത്തെ 2 ദിവസമാണ് പ്രചാരണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചൂടിലും വീറും വാശിയുമായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ ഒരുപാട് നേരത്തെ എണീറ്റ് ഫീൽഡിൽ ഇറങ്ങും പ്രചാരണത്തിനായിട്ടുള്ള. പിന്നെ ഇപ്പോൾ ഇവിടെ പൊങ്കാലം നടക്കുന്നത് കൊണ്ട് ഇവിടെ വന്നിട്ട് ഒന്ന് ഭക്തജനങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കണം, ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കണം, അങ്ങനെ വന്നതാണ്. എല്ലായിടത്തും മണ്ഡലത്തിൽ എല്ലായിടത്തും BJP ഒരു മെമ്പർ വരണം, MLA വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇടതിൻ്റെയും വലതിൻ്റെയും മാറി ഈ മണ്ഡലത്തിൽ MLA ഉണ്ടായിരുന്നു, പ്രതിനിധി ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിയാണ്. ജനത്തിന്റെ തന്നെ പൊതുവായിട്ടുള്ള ഒരു ആവശ്യമാണ്. നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യമായിട്ട് മാറാത്തതിനി മാറും എന്നുള്ളത്, മാറ്റേണ്ടതിനി മാറ്റണം എന്നുള്ള ഒരു ആശയത്തോടു കൂടി ജനം തന്നെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മതിയായി. 70 വർഷമായിട്ടുള്ള മാറിയുള്ള ഇടത് വലത് ഒരു ഭരണം കാരണം നാട് മുടിഞ്ഞു പോയ ഒരവസ്ഥയിലാണ്. കൈയിട്ട് വാരാൻ പറ്റാഞ്ഞിട്ട് അവരെ ക്ഷേത്രക്കൊള്ള വരെ നടത്തുന്ന ഒരു സമയം. പിന്നെ അതുകൂടാതെ ഈ ഭരണപക്ഷം ക്ഷേത്രം കൊള്ളയടിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ജനത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർക്കതുകൊണ്ട് പൂർണ്ണമായ ഒരു സംരക്ഷണം ആവശ്യമുണ്ട്. ഭഗവാന് മാത്രമല്ല, ജനങ്ങൾക്ക് ആ ഒരു സംരക്ഷണം വേണമല്ലോ. അപ്പോൾ സാമ്പത്തിക കടം എന്ന് പറഞ്ഞാൽ അസാധാരണമായ വിധത്തിൽ കൂടിയിരിക്കുന്നു. അതുപോലെ തന്നെ റോഡ് സുരക്ഷയില്ലായ്മ, സ്ത്രീ സുരക്ഷയില്ലായ്മ, കഴിഞ്ഞ 5 വർഷമായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തിലുള്ള വൻ വർധനവ്, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു മാറ്റം വേണം. അതുകൊണ്ട് എല്ലായിടത്തും NDAയുടെ സ്ഥാനാർത്ഥികളെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഞങ്ങളുടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. വി കെ പ്രശാന്ത് ഇവിടുത്തെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിരുന്നു. ഇപ്പം 2 തവണ MLA ആയിട്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പക്ഷേ അവർ പ്രചരണത്തിൽ വ്യാജമായ പ്രചരണമാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതായത് വിദ്യാഭ്യാസ മേഖല ഉന്നത നിലവാരത്തിൽ എത്തിച്ചു, ആരോഗ്യ മേഖല മികച്ച നിലവാരത്തിലാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ഇപ്പോഴും ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് CPMന്റെ ഒരു പഴയ തന്ത്രമാണ്. അവരിങ്ങനെ പറ്റിച്ചും വ്യാജ പ്രചാരണം നടത്തിയും കള്ളക്കഥകൾ വരുത്തിയും നുണകൾ പറഞ്ഞ് ഫലിപ്പിച്ചുമൊക്കെയാണ് PR-ലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒരുപാട് കാശ് അവർ നികുതിപ്പണത്തിൽ നിന്നെടുത്ത് വ്യാജ പ്രചാരണം നടത്തിയൊക്കെയാണ് അവർ വോട്ടുകൾ വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലെ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് അവർ എന്തെങ്കിലുമൊക്കെ പ്രഹസനം പോലെ വല്ലതും തറക്കല്ലിട്ട് എന്തെങ്കിലും തുടക്കം കുറിച്ച് വെക്കും. പക്ഷേ അത് പിന്നീടൊന്നും വരില്ല. അപ്പോൾ ഇത്രയും നാളും അവർ കാണിക്കുന്ന അതാണല്ലോ. ഒരു ജനത്തിന് ഉപയോഗപ്രദമാകുന്ന എന്തെങ്കിലും, ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും മേന്മയുണ്ടെന്നുണ്ടെങ്കിൽ പിള്ളേരെല്ലാവരും കൂടെ വിദേശത്തോട്ട് ഓടുവോ പഠിക്കാൻ? ആശുപത്രികളുടെ സിറ്റുവേഷൻ അത്ര നല്ലതാണെങ്കിൽ ഇവിടുത്തെ MLA-മാരും MP-മാരും കൂടെ അമേരിക്കയിൽ പോവോ ചികിത്സയ്ക്ക്? ഇവിടുത്തെ ആശുപത്രി ചികിത്സിച്ചൂടെ? ഒന്നും നല്ലതല്ല, ഒന്നും ശരിയാക്കിയിട്ടില്ല, ഒന്നും മാറ്റാനും പോകുന്നില്ല. മറ്റാരുണ്ട് ഞങ്ങളല്ലാതെ എന്ന് പറയുന്നത്? നശീകരിപ്പിക്കാൻ ഞങ്ങൾ ആരുണ്ട്? ഇവിടെ നശീകരണം കൊണ്ടുവരാൻ, ജനങ്ങളെ ദ്രോഹിക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറയുന്ന പോലെയാണ് അവരിപ്പോൾ പറയുന്നത്. വി കെ പ്രശാന്ത് കണക്കൊക്കെ പറയുന്നുണ്ട്. 1700 കോടി രൂപയുടെ അടുപ്പിച്ചൊരു കണക്കൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം ചെലവാക്കിയതോ അദ്ദേഹത്തിന്റെ ആളുകളുടെ യൂത്ത് ബ്രിഗേഡിന്റെയോ ഒക്കെ പോക്കറ്റിൽ പോയ കണക്കായിരിക്കും അത്. പക്ഷെ അതിന് വേണ്ട ഒരു വികസനം, ഒരു മാറ്റമോ വട്ടിയൂർക്കാവിന് ഒരിടത്തും കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ കെ മുരളീധരൻ ഇതിനു മുമ്പ് ഇവിടുത്തെ വട്ടിയൂർക്കാവിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും കാര്യമായ ഒരു വികസനം ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ഇവർ രണ്ടുപേരും ഇപ്പോൾ നിലവിൽ MLA-യും അതുപോലെ മുൻ MLA ആയിട്ടുള്ളവർ തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. ഇവരെന്ത് അർഹത ഉണ്ടായിട്ടാണ്, അല്ലെ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാതെ വട്ടിയൂർക്കാവിന് ഇത്രയും വർഷമായിട്ട് ഒരു പുരോഗമനം വരുത്താത്ത ഇവരാണ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? ശ്രീ കെ മുരളീധരന് വലിയ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ അവകാശപ്പെടാനുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു പ്രാവശ്യം ഇവിടെ MLA ആയിട്ട് മുഴുവൻ ടേമും ഇരുന്നുകൊണ്ട് കുറേ ബസ് സ്റ്റേഷനും ഹൈമാസ് ലൈറ്റും ഒക്കെ അദ്ദേഹത്തിന്റെ പേരിലുള്ളത് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം അദ്ദേഹത്തെ ജനം വിശ്വസിച്ച് തെരഞ്ഞെടുത്തപ്പോൾ അത് ഇട്ടിട്ട് പോയ ആളാണ്. അപ്പോൾ ആ ഒരു അവിശ്വാസ്യത ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എവിടെ പോയാലും ജനം അത് പ്രകടമാക്കി തന്നെ കാണിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യാൻ ആൾക്കാരില്ലല്ലോ, പ്രവർത്തകരില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആളുകളെ കൂലിക്കെടുത്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തകരായിട്ട് നിർത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പറയുന്ന വലിയ വിജയപ്രതീക്ഷ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ്. ഈ മണ്ഡലത്തിലെ എല്ലാവരെയും കൂടെ ചേർത്ത് പിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ മണ്ഡലത്തിന്റെ വികസനം ആയിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുക. കേന്ദ്ര പദ്ധതികൾ ഈ മണ്ഡലത്തിൽ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്.
ക്യാമറാമാൻ രഞ്ജിത്തിനൊപ്പം ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.